ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന തെന്മലയിലേക്കാണ്. അപ്പം ഞാനും എൻ്റെ ഫാമിലിയും ഉണ്ട്, പിന്നെ കുഞ്ഞച്ചനും ഫാമിലിയും, പിന്നെ ഞങ്ങളുടെ കുറച്ച് നെയ്ബേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു 8:30 മണിയൊക്കെ ആയപ്പോഴത്തേക്കും തണ്ണീർമുക്കം ബണ്ടിൻ്റെ സൈഡിലായിട്ടൊരു വലിയ ഗ്രൗണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിനായിട്ട് ഇടിയപ്പവും കുറുമക്കറിയും പിന്നെ കുറച്ച് ചിക്കൻ 65 ഉണ്ടായിരുന്നു. നമ്മളിതെല്ലാം വീട്ടിൽ നിന്ന് തന്നെ കുക്ക് ചെയ്ത് കൊണ്ടുവന്നതാണ് കേട്ടോ. പിന്നെ ആ ഒരു സമയത്ത് നല്ല വെയിലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ വേഗം തന്നെ നമ്മൾ വണ്ടിയിൽ കയറി. പിന്നെ അങ്ങോട്ട് പാട്ടും ബഹളമൊക്കെ ആയിരുന്നു. പാട്ട് എപ്പോഴും നിർബന്ധമാണ് ട്രിപ്പ് പോകുമ്പോൾ. ഇതെൻ്റെ ചേട്ടനും അനിയനുമാണ്, രണ്ടുപേരും ഒരുമിച്ചേ പാടുള്ളൂ. പിന്നെ വലിയ ട്യൂണൊന്നും ഇല്ലെങ്കിലും നൈസായിട്ട് പാടും. പിന്നെ ഇതെൻ്റെ കുഞ്ഞച്ചനാണ്. കുഞ്ഞച്ചൻ നന്നായിട്ട് കവിതയൊക്കെ ചൊല്ലുന്ന ആളാണ്. കുഞ്ഞച്ചൻ ഈ നോക്കി പാടുന്ന ആളാണ് എൻ്റെ കുഞ്ഞമ്മ, ഈ വൈറ്റ് കളറിലെ കുർത്തിയിട്ടേക്കുന്നത്. പുള്ളിക്കാരിയാണെങ്കിൽ ട്രിപ്പൊക്കെ പോകുമ്പോൾ ഭയങ്കര ഓണാണ് കേട്ടോ. അങ്ങനെ നമ്മളൊരു ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും പന്തളത്തെത്തി. പന്തളത്തെ കുട്ടനാടൻ റെസ്റ്റോറൻറ്റിൽ നിന്നാണ് നമ്മൾ ഉച്ചയൂണ് കഴിച്ചത്. ഊണ് അച്ഛൻ മാത്രമേ കഴിച്ചുള്ളൂ, ബാക്കി എല്ലാവരും ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനൊക്കെയാണ് ഓർഡർ ചെയ്തത്. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞുള്ള യാത്രയിൽ എല്ലാവരും നല്ല ഉറക്കമായിരുന്നു. പിന്നെ ഉറങ്ങി എഴുന്നേറ്റപ്പോഴത്തേക്കും നമ്മൾ തെന്മല എക്കോ ടൂറിസം ഓഫീസിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് ദേ ഇവിടെ ഒരാൾ വന്നിരിപ്പുണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കൂടെ ഒരു ഫോറസ്റ്റ് റേഞ്ച് ഓഫീസർ ഒരു ചേട്ടനുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിയുടെ കെയർ ഓഫിൽ നമുക്ക് എക്കോ ടൂറിസം ഗസ്റ്റ് ഹൗസിൽ തന്നെ ഒരു താമസ സൗകര്യം റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ മുമ്പിലൊരു ഡൈനോസറിൻ്റെയും അതുപോലെ ഇപ്പുറത്തെ സൈഡിലായിട്ടൊരു കാട്ടുപോത്തിൻ്റെയും വലിയൊരു സ്റ്റാച്ചു ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ വിചാരിച്ചത് നല്ല തണുപ്പായിരിക്കുന്നതാണ്, പക്ഷേ വിചാരിച്ച അത്രയും തണുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. സ്വെറ്ററും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് വന്നത്, പക്ഷേ അതൊന്നും എടുക്കേണ്ട ആവശ്യമേ വന്നില്ല. പിന്നെ നമ്മൾ സ്റ്റേ ചെയ്തത് ഒരു മയൂരം എന്ന് പറയുന്ന ഒരു ഗസ്റ്റ് ഹൗസിലായിരുന്നു കേട്ടോ. ഇവിടെ ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തെന്മലയുടെ ഹിസ്റ്ററിനെ കുറിച്ച് പറയുന്നൊരു ലൈറ്റ് ഷോയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ വിചാരിച്ചത് നമ്മൾ ചെല്ലുമ്പോൾ തന്നെ കാണിക്കുന്നതാണ്, പക്ഷേ 7 മണിയാവുമെന്ന് അവർ പറഞ്ഞു. പിന്നെ ലൈറ്റ് ഷോ ഒക്കെ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് ആ സ്റ്റെയറിൻ്റെ അവിടെയായിട്ട് കുറച്ച് കസേരയും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ അമ്മയാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ പോകുന്നത് ജംഗിൾ സഫാരിക്കാണ്. അത് ഇവിടെ നിന്നൊരു 2 കിലോമീറ്ററോളം ഉള്ളൂ. കളങ്കുന്ന് ജംഗിൾ റിട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. അവിടെ ആണെങ്കിൽ അടിപൊളി വ്യൂ പോയിന്റ് ആണെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് പോവാണ്. തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഈ ഒരു ബസ്സിൽ തന്നെയാണ് നമ്മൾ വ്യൂ പോയിന്റ് കാണാനായിട്ട് പോയത്. അവിടെയാണെങ്കിൽ 5-5:30 മണിയോടെ അവിടെ അടയ്ക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ വേഗം അങ്ങോട്ട് പോവുകയാണ്. പോകുന്ന വഴി നമുക്ക് കല്ലട ഡാമും അതുപോലെ ബാക്കി കാഴ്ചകളൊക്കെ കാണാനായിട്ട് സാധിക്കും. ഇവിടെ ഒരു തൂക്കുപാലത്തിൽ തെന്മല എക്കോ ടൂറിസം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതാണ് കല്ലട ഡാം. ഈ ഒരു മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ട് നമുക്ക് അങ്ങോട്ട് പോകാം. അവിടെ തന്നെയാണ് എനിക്ക് തോന്നുന്നു അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ എത്തി കേട്ടോ. ഇതൊരു പ്രൊട്ടക്റ്റഡ് ആയിട്ടുള്ള ഏരിയ ആണ്. പിന്നെ ഇങ്ങോട്ട് നമ്മുടെ പ്രൈവറ്റ് വാഹനങ്ങളൊന്നും കടത്തി വിടില്ല. ഈ ഒരു തെന്മല എക്കോ ടൂറിസത്തിൻ്റെ വണ്ടികൾ മാത്രമേ കടത്തി വിടാറുള്ളൂ. അങ്ങനെ നമ്മളിത് ആ കാടിൻ്റെ നടുവിലൂടെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും ട്രക്കിങ്ങൊക്കെ ഇവിടെ തന്നെയാണ് നടക്കുന്നതെന്നാണ്. കാരണം ഇവിടെ കുറച്ച് ആൾക്കാർ നമ്മളിങ്ങോട്ട് പോകുന്ന വഴി വരുന്നുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ആനിമൽ സൈറ്റിങ്സ് ഒന്നും തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം ട്രാവൽ ചെയ്ത് ഈ ഒരു അടിപൊളി വ്യൂ പോയിന്റിലേക്കാണ് എത്തിയത്. അടിപൊളി സ്പോട്ടായിരുന്നു, അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു നമ്മൾ അങ്ങോട്ട് ഇറങ്ങി ചെന്നപ്പോൾ കണ്ടത്. ഇത് തെന്മല എക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായിട്ടുള്ള സെന്തുർണി വനമേഖലയാണ്. ഇവിടെ മെയിനായിട്ടുള്ള ആക്ടിവിറ്റി എന്ന് പറയുന്നത് ബോട്ട് ആക്ടിവിറ്റിയാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ സ്റ്റേ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ തെന്മല എക്കോ ടൂറിസം ഓഫീസിൽ ചോദിച്ചാൽ മതി. പിന്നെ അവിടെ ഗാർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞത് കുറച്ചുകൂടെ രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങോട്ട് ഇറങ്ങരുതെന്നാണ് വെള്ളത്തിലേക്ക്, കാരണം അവിടെ മുതലകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടെന്ന്. അച്ഛനും അമ്മക്കും ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ ഈ ഒരു വ്യൂ പോയിന്റ്. അപ്പോൾ അവരവിടെ നിന്ന് എൻജോയ് ചെയ്യണമായിരുന്നു രണ്ടുപേരും കൂടെ. നിങ്ങളിവിടെ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ വെയിലില്ലാത്ത സമയം നോക്കി വരണം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു സീനറി ഇഷ്ടപ്പെടില്ല. വെയിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്രത്തോളം എൻജോയ് ചെയ്യാൻ പറ്റില്ല.
ഞാൻ പറഞ്ഞില്ലേ ഇവിടെ നിറയെ കുരങ്ങന്മാരാണ്. അവിടെ ഇവിടെയൊക്കെ നോക്കിയ ഇവന്മാർ തന്നെയാണ്. അപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടെങ്കിൽ തട്ടിപ്പറിച്ചുകൊണ്ട് പോകും. അപ്പോൾ നിങ്ങളതൊന്ന് ശ്രദ്ധിച്ചേക്കാം. പിന്നെ നമ്മൾ അടുത്ത് വന്നാലും ഇതുങ്ങൾ മാറാറില്ല. ഇതിങ്ങനെ നമ്മുടെ സൈഡിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. ഇതെൻ്റെ ചേട്ടനും ചേച്ചിയുമാണ്. അപ്പോൾ അവരും ആ വ്യൂ ഒക്കെ കണ്ടിങ്ങനെ എൻജോയ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ ആ ഒരു മരം കണ്ടില്ലേ, അവിടം വരെ കരഭാഗമായിരുന്നു. ഇപ്പോൾ അത് വെള്ളം കയറി ഇങ്ങനെ ആയതാണ്. ആ ഒരു ഇമേജ് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ചങ്ങോട്ട് പോയി. പക്ഷേ അവർ പറഞ്ഞത് മുട്ടിൻ്റെ അത്രയും വരെ വെള്ളം ഉള്ളതെന്നാണ്, ആ ഒരു മരം വരെ. പക്ഷേ നല്ല വെള്ളം ഉണ്ടായിരുന്നു അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും. അതുകൊണ്ട് ഞങ്ങൾ അത്രത്തോളം പോയില്ല, തിരിച്ചിങ്ങോട്ട് പോന്നു. ഇത് ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്തെ ഡോർമെട്രി ആണ്. ഇവിടെയാണ് ഞങ്ങളെല്ലാവരും കിടന്നത്. പിന്നെ വേറെ 2 റൂംസും ഉണ്ടായിരുന്നു. അതിനുശേഷം ഇവിടെ ഗാനമേളയായിരുന്നു. എല്ലാവരും കൂടി പാട്ട് കച്ചേരിയായിരുന്നു. അങ്ങനെ നേരെ ഒരുപാടായി. അപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള ഒരു അറിയിപ്പ് കിട്ടി. അപ്പോൾ നമ്മൾ ചപ്പാത്തിയും ചിക്കൻ കറിയായിരുന്നു രാത്രി കഴിച്ചത്. പിന്നെ എല്ലാവർക്കും കൂടി ഇരിക്കാനായിട്ട് ഭക്ഷണം കഴിക്കുന്ന ഒരു ഏരിയ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്നാണ് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചത്. ക്രിസ്മസ് ഒക്കെ അടുത്തായതുകൊണ്ട് ഇതാ ക്രിസ്മസ് കളിക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങളും അവരുടെ ഒപ്പം കൂടി കേട്ടോ. അങ്ങനെ നെക്സ്റ്റ് ഡേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തിയൊക്കെ ആയിരുന്നു. നമ്മളിന്ന് പോകുന്നത് പാലരുവി വാട്ടർഫോൾസിലേക്കാണ്. അപ്പോൾ കുളിക്കാനുള്ള ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് നമ്മൾ പോയത്. പിന്നെ മാറാനായിട്ടൊരു ഡ്രസ്സും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു തെന്മല എക്കോ ടൂറിസത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഈ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ധാരാളം ആക്ടിവിറ്റീസും സ്റ്റേ പരിപാടികളൊക്കെ ഉണ്ട്. അതായത് ബോട്ടിങ്, ജീപ്പ് സഫാരി, ബട്ടർഫ്ലൈ സഫാരി, പിന്നെ നക്ഷത്രവനം. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ ടിക്കറ്റ്സ് നമുക്ക് കിട്ടുന്നത് ഒരു തെന്മല എക്കോ ടൂറിസം ഓഫീസിൽ നിന്നാണ്. നിങ്ങൾ അവിടെ നിന്ന് ടിക്കറ്റ് കളക്ട് ചെയ്തിട്ട് വേണം ഇങ്ങോട്ടൊക്കെ പോകാനായിട്ട്. അങ്ങനെ നമ്മൾ പാലരുവി വാട്ടർഫോൾസിൻ്റെ അവിടെ എത്താറായി. അവിടെ ഒരു പാർക്കിംഗ് ഏരിയ ഉണ്ട്. നിങ്ങൾ പ്രൈവറ്റ് വാഹനങ്ങൾക്കാണ് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് പാർക്കിംഗ് ഏരിയയിൽ വണ്ടി പാർക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്, അവിടെ നിന്ന് ടിക്കറ്റ് എടുക്കാം. പിന്നെ നിങ്ങൾ ഈ ഒരു പാലരുവി എക്കോ ടൂറിസത്തിൻ്റെ വണ്ടിയിൽ വേണം അങ്ങോട്ടേക്ക് പോകാനായിട്ട്. പ്രൈവറ്റ് വാഹനങ്ങൾ ഒന്നും തന്നെ അങ്ങോട്ട് അലൗഡ് അല്ല. പാലരുവി വാട്ടർഫോൾസിൻ്റെ തന്നെ ഒരു മാതൃകയിൽ ഇവിടെ ഒരു ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളച്ചാട്ടത്തിൻ്റെ അങ്ങോട്ട് പോകും തോറും നല്ല തണുപ്പായിരുന്നു ആ ഒരു അന്തരീക്ഷം മൊത്തം. പിന്നെ നമുക്ക് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് മാറാനുള്ള സൗകര്യമൊക്കെ ഇവിടെ ഉണ്ട്. അതോർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട. പിന്നെ നല്ലൊരു വ്യൂ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഒരു സ്റ്റെയർ പോലെ കെട്ടിയിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ മേളിലൂടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വ്യൂ കാണാനായിട്ട് സാധിക്കും. ഇതിന് പാല് പോലെയുള്ള നിറം ആയതുകൊണ്ടാണ് ഇതിനെ പാലരുവി എന്ന് പറയാൻ കാരണം. 300 അടി ഉയരത്തിൽ നിന്നാണ് ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത്. പിന്നെ ഇവിടെ ആൾക്കാർ പറഞ്ഞ് കേട്ടതാണ്, ഇത് സത്യമാണോന്നൊന്നും എനിക്കറിയില്ല. നമ്മളിവിടെ കുളിക്കുകയാണെങ്കിൽ നമ്മുടെ ചെറിയ രോഗങ്ങളൊക്കെ മാറുമെന്ന് കേട്ടിട്ടുണ്ട്. ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത് ഉൾക്കാടുകളിൽ നിന്നാണ്. അപ്പോൾ അവിടെ ധാരാളം ഔഷധ ചെടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ തൊട്ടായിരിക്കും ഈ ഒരു വെള്ളച്ചാട്ടം വരുന്നത്. അപ്പോൾ ആ വെള്ളത്തിനും അതിൻ്റേതായിട്ടുള്ള ഔഷധ ഗുണങ്ങൾ ഉണ്ടാവുമെന്നാണ് അവർ പറയുന്നത്. ഇത് ഞാൻ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്. അറിയില്ല സത്യമാണോ എന്നുള്ളത്. അങ്ങനെ പാലരുവി വാട്ടർഫോൾസ് ഒക്കെ കണ്ട് നമ്മൾ തിരിച്ചു വരുമ്പോഴാണ് ഈ ഒരു അതിമനോഹരമായിട്ടുള്ള 30 ആർച്ച് ബ്രിഡ്ജ് കാണുന്നത്. ഇത് തെന്മല ചെങ്കോട്ട റൂട്ടിലുള്ള വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു റെയിൽവേ പാലമാണ്. അതായത് നമ്മുടെ ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ 1904 കൊല്ലം മദ്രാസ് ഗുഡ്സ് ഒക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു ബ്രിഡ്ജാണ് ഈ ഒരു 30 ആർച്ച് ബ്രിഡ്ജ് എന്ന് പറയുന്നത്. ശേഷം നമ്മൾ പോയത് ഷെന്തുർണി വനമേഖലയുടെ ഭാഗമായിട്ടുള്ള ഒരു ബോട്ട് യാത്രയ്ക്കാണ്. നമ്മൾ യാത്ര ചെയ്തപ്പോൾ നല്ല വെയിലും അതേപോലെ ചൂടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അത് നമ്മൾ മൈൻഡ് ചെയ്യില്ല, കാരണം അത്രയും നല്ല കാഴ്ചകളായിരുന്നു പിന്നീട് അങ്ങോട്ട് കണ്ടത്. ആ ഒരു വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊന്ന് കൂളാവും. അത്രയും ഭംഗിയായിരുന്നു കാണാനായിട്ട്. പിന്നെ ഈ ഒരു ബോട്ട് യാത്ര എന്ന് പറയുന്നത് ഒരു 30 മിനിറ്റോളം നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു.
പിന്നീട് അങ്ങോട്ട് ഭംഗിയുള്ള നല്ല നല്ല കാഴ്ചകളായിരുന്നു കാണാനായിട്ട് സാധിച്ചത്. എനിക്ക് ഈ കടലിൽ യാത്ര ചെയ്യുന്നൊരു ഫീലാണ് കേട്ടോ തോന്നിയത്. കാരണം പച്ചയും നീലയും കൂടി ചേർന്നിട്ടുള്ള ഒരു കളറായിരുന്നു ആ ഒരു വെള്ളത്തിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇവിടെ സൈഡിലായിട്ട് ഇങ്ങനെ പൈനാപ്പിളൊക്കെ വിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു. അവിടെ നിന്നാണ് ഈ ഒരു പൈനാപ്പിൾ വാങ്ങി. നല്ല മധുരമായിരുന്നു, ഒരു പ്രത്യേക ടേസ്റ്റ്, പിന്നെ നല്ല വണ്ണമുള്ളൊരു പൈനാപ്പിളായിരുന്നു. അത് കാണിക്കാൻ ഞാൻ വിട്ടുപോയി. പിന്നെ ഞങ്ങൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് തന്നെ തിരിച്ചു വന്നു. അവിടെ നിന്നാണ് ഊണ് കഴിച്ചത്. നല്ല അടിപൊളി ഫുഡായിരുന്നു. നല്ല മീൻകറിയും അതേപോലെ അവിയലും സാമ്പാറും പച്ചടിയും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്ത് ഗസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങി. പിന്നെ ഞങ്ങൾ പോകുന്ന വഴി ഒരു വ്യൂ പോയിന്റിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു, കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റ്. ഇത് കേൾക്കുമ്പോൾ തന്നെ എല്ലാ PSC പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കും അറിയായിരിക്കും. കേരളത്തിലെ ഏറ്റവും വലിയ ജലസേചന പദ്ധതിയാണ് കല്ലട ജലസേചന പദ്ധതി. ഇതിൻ്റെ ഭാഗമായിട്ട് നിർമ്മിച്ചതാണ് ഈ കാണുന്ന തടയണ. അതായത് ഇതിൻ്റെ കുറുകെ കിടക്കുന്നതാണ് തടയണ എന്ന് പറയുന്നത്. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് നോക്കുമ്പോൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പതുക്കെ വീട്ടിലേക്ക് പോയി. അതിന് മുമ്പായിട്ട് നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.